തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPIM സെക്രട്ടേറിയറ്റ് അസാധാരണമായി തുടരുകയാണ്. വിമർശനങ്ങളും തിരുത്തൽ ചർച്ചകളും സജീവമായി ഇപ്പോഴും യോഗത്തിൽ നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്നും ദീപക് ധർമ്മടം ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നു. ദീപക്, അത്രമാത്രം വലിയ ആഘാതമാണ് ഈ തോൽവിയിലൂടെ CPIM ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് നീളുന്നു എന്ന് പറയുമ്പോൾ കാര്യമായ ചർച്ചകൾ അവിടെ നടക്കുന്നു എന്നല്ലേ? യഥാർത്ഥത്തിൽ ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുമായി സംസാരിക്കുമ്പോൾ ഇന്ന് കാര്യമായ ചർച്ച ഉണ്ടാകില്ല, 4 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് അവസാനിക്കും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്നാൽ കാര്യങ്ങൾ മാറുന്നു പാർട്ടിക്കകത്ത് നേതൃതലത്തിൽ തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ അവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും യോഗം തുടരുകയാണ് അസാധാരണമായി. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സെക്രട്ടേറിയറ്റ് യോഗം വൈകിട്ട് 5 മണി വരെ, അതിൽ കൂടുതൽ നീളാറില്ല. പക്ഷേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ 9 മണി നേരത്തും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും, അതായത് EP ജയരാജൻ സെക്രട്ടേറിയറ്റിന് എത്തിയിട്ടില്ല, ബാക്കി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ സജീവമായി തലകീഴായി നിന്നുകൊണ്ട് നേതൃത്വത്തിന്റെ ഓരോ കാര്യങ്ങളെയും വിമർശിക്കുന്നു എന്നുള്ള രീതിയിൽ കൃത്യമായി എന്താ പറയാ, ഇഴനാറി കീറി പരിശോധിക്കുന്നു. വിമർശനം, സ്വയം വിമർശനം, തിരുത്തൽ, അങ്ങനെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള തുടക്കം സെക്രട്ടേറിയറ്റിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം. ഈ അസാധാരണമായ രീതിയിൽ സെക്രട്ടേറിയറ്റ് യോഗം ഈ നേരത്തും, അതായത് തിരുത്തൽ കൃത്യമായി CPIM ആദ്യ യോഗത്തിൽ തന്നെ തുടങ്ങുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ 4 മണിക്ക് പിരിയുന്ന ഒരു സെക്രട്ടേറിയറ്റ് യോഗം. മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം സാധാരണ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞാണ്. അതുപോലും ഷെഡ്യൂൾ ചെയ്തിരുന്നത് 4 മണിക്കാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കാതെ അതിനിടയിൽ നിന്നും വന്നാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വന്നു യോഗത്തിൽ. ആ യോഗമാണ് ഇപ്പോൾ 10 മണി അടുക്കുമ്പോഴും ഇപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു എന്ന് പറയുന്നത്. പാർട്ടിയിൽ ഈ പരാജയം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തിരുത്തലുകൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ തിരുത്തലുകളുടെ ആവശ്യം ശക്തമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.